നിനക്കറിയുവോ, എന്റെ മുത്തച്ഛന്റെ ആയിരുന്നു ഇവിടെ കാണുന്ന പ്രോപ്പർട്ടീസ് ഒക്കെ. ദാനശീലനായ മുത്തച്ഛൻ അതൊക്കെ പാവപ്പെട്ടവർക്ക് വെറുതെ കൊടുത്തു. ചുമ്മാ തള്ളാതെ പോ കിളവ. പരസ്പരം കളിയാക്കി അവർ വേറൊരു പണിയും ഇല്ലാതെ നടക്കുകയായിരുന്നു. അവിടെ ബെഞ്ചിൽ വിഷമിച്ചിരുന്ന ഒരാളെ കാണാനിടയായി. അയാളുടെ പ്രശ്നം എന്താണെന്നറിയാനായി അവർ അയാളോട് ചോദിച്ചു. അല്ലെങ്കിലും വഴിയെ പോകുന്ന വള്ളികൾ പിടിക്കാൻ മിടുക്കരാണല്ലോ ഇവർ. നിങ്ങൾ എന്താ വിഷമിച്ചിരിക്കുന്നേ? എന്തേലും പ്രശ്നമുണ്ടോ? സ്വന്തം ഞാൻ കുറച്ച് വിഷമത്തിലാണ്. നിങ്ങളെന്താ താഴോട്ട് നോക്കുന്നേ? വല്ലതും കളഞ്ഞു പോയോ? ഹേയ്, വെറുതെ നോക്കിയതാ. നിങ്ങൾ നോക്കിയപ്പോ ഞാനും പാവം. നിങ്ങളുടെ പ്രശ്നം എന്താന്ന് പറഞ്ഞില്ല. പറഞ്ഞാൽ ഞാൻ പരിഹാരം ഉണ്ടാക്കും. സത്യമാണോ നിങ്ങൾ പറയുന്നത്? ഓ ഗോഡ്, ഇയാൾ എവിടെ പോയാലും ഉള്ള വള്ളി മൊത്തം പിടിക്കുമല്ലോ. ഞാൻ സിറ്റിയിലെ ഒരു വെയർഹൌസ് സ്റ്റോറിലാണ് വർക്ക് ചെയ്യുന്നത്. അവന്മാര് എനിക്ക് 1 രൂപ പോലും ശമ്പളം കൂട്ടി തരുന്നില്ല. കൂടാതെ 4 മാസത്തെ ശമ്പള കുടിശ്ശികയുമുണ്ട്. വെറും ദുഷ്ടന്മാർ തന്നെ മുതലാളിമാറാ. താൻ എത്ര കൊല്ലമായി അവിടെ ജോലി ചെയ്യുന്നു? ഞാൻ അവിടെ 8 കൊല്ലമായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. എന്റെ കുടുംബത്തിനെ ഈ ശമ്പളം കൊണ്ട് പോറ്റാൻ കഴിയുന്നില്ല. നിങ്ങളെ കൊണ്ടൊരു പോംവഴി കാണിച്ചു തരാൻ പറ്റുമോ? ഞാൻ തിരുവനന്തപുരത്തേക്കൊന്ന് വിളിക്കട്ടെ? അല്ലേ വേണ്ട, എന്റെ പരിചയക്കാരന് ഒരു വെയർഹൌസ് സ്റ്റോർ ഉണ്ട്. അവിടെ വേക്കൻസി ഉണ്ടോ നോക്കട്ടെ. ഹലോ, ബൈ ദ ബൈ, ഞാനാ മേജർ ത്രിപാഠി. അവിടെ വേക്കൻസി വല്ലതും ഉണ്ടോ? എന്റെ പരിചയക്കാരനാ. ഓക്കെ, നെക്സ്റ്റ് വീക്ക് ഞാൻ വരുന്നുണ്ട്. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഈ കമ്പനി ഓണർ എന്റെ ഫ്രണ്ട് മേജർ കണാരനാണ്. അവിടെയുള്ളവർക്ക് വീക്കിലി ഇൻക്രിമെന്റ് അലോവൻസ് ഒക്കെ ഉണ്ട്. തികച്ചും സൂപ്പർ. ഞാൻ എല്ലാം പറഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്. ഇതാണ് അവരുടെ വിസിറ്റിംഗ് കാർഡ്. നിങ്ങൾക്ക് പോയി നേരിട്ട് കാണാം. അയ്യോ, ഈ കമ്പനിയിലായാണ് ഞാനിപ്പോ ജോലി ചെയ്യുന്നേ. അയ്യോ, എന്നെ കൊല്ലല്ലേ, എന്നെ രക്ഷിക്കണേ. പന്ന ത്രിപാഠി, നീയും ആ കമ്പനി ചാരനല്ലേ? മര്യാദയ്ക്ക് എന്റെ ശമ്പളം താടാ. എടാ, എനിക്കൊരു ചായ മേടിച്ച് താടാ. ഓടി തളർന്നു. ഇയാളാണോ കമ്പനി മുതലാളി?